ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. കുറേ കാലമായി ഞാൻ ലോങ് വീഡിയോ ഇട്ടിട്ട്. ഞാൻ എപ്പോഴും ഷോർട്ട് വീഡിയോ മാത്രമേ ഇടാറുള്ളൂ. അപ്പോൾ ഇത് പെരുന്നാളായതുകൊണ്ട് ഞാൻ വിചാരിച്ചു കുറച്ച് ക്ലിപ്സൊക്കെ ആഡ് ചെയ്തിട്ട് ഒരു ലോങ് വീഡിയോ പോലെ ആക്കാമെന്ന്. ഇതിപ്പോൾ പെരുന്നാളിൻ്റെ രാവിലെയാണ് കേട്ടോ. ഇതിപ്പോൾ രാവിലെ ഒരു 5 മണി ആയിട്ടുണ്ട്. നമ്മൾ ഈദ്ഗാഹിന് പോകാൻ വേണ്ടിയിട്ട് റെഡിയാവുകയെന്ന്. അപ്പോൾ ഈദ്ഗാഹിന് വേണ്ടിയിട്ട് ഞാൻ അബായയാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായത്. നമ്മൾ വിചാരിച്ച് ഈ ഈദ്ഗാഹിൻ്റെ ടൈമിന് പള്ളിയിൽ എത്തിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് സ്പേസ് ഇല്ലെങ്കിലോ, അതുകൊണ്ട് നേരത്തെ സുബഹിൻ്റെ ടൈമിന് തന്നെ പോയിട്ട് അവിടുന്ന് സുബഹ് നിസ്കരിച്ചിട്ട് ഈദ്ഗാഹ് കൂടാമെന്നാണ് നമ്മൾ വിചാരിച്ചിട്ടുണ്ടായത്. പക്ഷെ മൊത്തത്തിൽ പണി പാളിപ്പോയി. ഇപ്പോൾ വാറ് നടക്കുന്നതുകൊണ്ടാണെന്നൊന്നും അറിയില്ല, നമ്മളെ തൊട്ടടുത്തുള്ള പള്ളിയിൽ നമുക്ക് കയറാൻ പറ്റിയിട്ടില്ല. അവിടെ ഇഷ്ടംപോലെ സ്പേസൊക്കെ ഉണ്ട്, പക്ഷെ എന്നാലും അവർ കയറ്റുന്നുണ്ടായിട്ടില്ല. എന്താ സംഭവം എന്നറിയില്ല. അപ്പോൾ അവർ ഡോറ് തുറക്കാത്തതുകൊണ്ട് തന്നെ നമ്മൾ പുറത്തുനിന്നാണ് സുബഹൊക്കെ നിസ്കരിച്ചത്. പിന്നെ പുറത്തുനിന്ന് ഈദ്ഗാഹ് കൂടാൻ വേണ്ടി പറ്റില്ല, ഇപ്രാവശ്യം അത് അലൗഡല്ല. അങ്ങനെ ഷെബിക്കാക്ക് അങ്ങനെയൊക്കെ ഉള്ളിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ മാത്രമേ പുറത്തായിട്ടുള്ളൂ. അപ്പോൾ വീട്ടിൽ തിരിച്ചു പോകണമെങ്കിൽ കീ ഷെബിക്കാക്കാൻ്റെ കയ്യിലാണ്, നമ്മളെ കയ്യിലില്ല. അപ്പോൾ നമുക്ക് തിരിച്ചു പോകാനും പറ്റൂല, ഷെബിക്കാക്ക് കീ കൊണ്ടുതരാനും പറ്റൂല. അങ്ങനത്തെ ഒരു അവസ്ഥയായി പോയി. അങ്ങനെ പിന്നെ ഞാൻ നമ്മളെ നെയ്ബറിനോട് ചോദിച്ചു, നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ നമ്മളെയും കൂട്ടുമെന്ന് ചോദിച്ചു. അപ്പോൾ അവർ ഓക്കെ പറഞ്ഞിട്ട് നമ്മൾ അവരുടെ കൂടെ വേറൊരു പള്ളിയിലാണ് കേട്ടോ പോയിട്ടുണ്ടായത്. അങ്ങനെ പിന്നെ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തുനിന്ന് ഫോട്ടോസൊക്കെ എടുക്കലായിരുന്നു. പിന്നെ കുറേ ക്യാൻഡീസൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ അറബ്സൊക്കെ വരുമ്പം കുറേ ക്യാൻഡീസൊക്കെ കൊണ്ടുവരും. അപ്പം അങ്ങനെ അതൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ പുറത്തുനിന്ന് കുറച്ച് സമയം ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ പിന്നെ തിരിച്ചു പോയിട്ടാണ്. ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കലാണ്. അപ്പോൾ ഈദ്ഗാഹിന് പോകുന്നതിന് മുമ്പേ തന്നെ ഞാൻ നെയ്പ്പത്തലിൻ്റെ മാവൊക്കെ റെഡിയാക്കി വെച്ചിട്ടാണ് പോയിട്ടുണ്ടായത്. അതിപ്പോൾ ചുട്ടെടുക്കലാണ്. പിന്നെ നെയ്പ്പത്തലിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് മട്ടൻ കുറുമയാണ് കേട്ടോ ഉണ്ടാക്കിയത്. അപ്പോൾ മട്ടൻ കുറുമ ഞാൻ രാത്രി തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിന്, കാരണം രാവിലെ എന്തായാലും ടൈം ഉണ്ടാവില്ല. പിന്നെ നമ്മൾ രാത്രി ഉറങ്ങിയിട്ടുണ്ടായിട്ടില്ല കേട്ടോ. നമ്മൾ ഫുള്ള് ഡ്രസ്സ് അയൺ ചെയ്യലും പിന്നെ ക്ലീനിങ്ങും അങ്ങനെ കുറേ പണിയൊക്കെ ആയിട്ട് ഞാൻ വിചാരിച്ചു ഏതായാലും ഉറങ്ങണ്ട, രാവിലെ ഈദ്ഗാഹെല്ലാം കഴിഞ്ഞ് ഫുഡെല്ലാം കഴിച്ചിട്ട് ഉറങ്ങാം, പിന്നെ ഒരു ഉച്ചയാകുമ്പോൾ എണീക്കാമെന്നാണ് വിചാരിച്ചത്. പിന്നെ ഇതാ ഫുഡെല്ലാം കഴിച്ചിട്ട് നമ്മൾ ഒരു 9:30 ആകുമ്പോൾ ഉറങ്ങിയിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ 9:30 ഉറങ്ങി വീണ്ടും ഒരു 12 മണിയാകുമ്പോൾ എണീച്ചിട്ടുണ്ട്. കാരണം ഇന്ന് ജുമാ നിസ്കാരം കൂടി ഉണ്ടല്ലോ. അപ്പോൾ ഷെബിക്കാക്ക് പള്ളിയിൽ പോകാനുള്ളതുകൊണ്ട് അങ്ങനെ വേഗം എണീച്ചതാണ്. ഇനിയിപ്പോൾ ഒന്ന് ഫ്രഷെല്ലായിട്ട് നിസ്കരിക്കലാണ്. അത് കഴിഞ്ഞിട്ട് ഇനി ഫുഡ് കഴിച്ച് പിന്നെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യണം. അപ്പോൾ ഫുഡ് നമ്മളിന്ന് ഇവിടുന്ന് ഉണ്ടാക്കുന്നില്ല കേട്ടോ. ഞാൻ ചിക്കൻ ഫ്രൈ മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ ഫുഡ് നമ്മൾ പുറത്തുനിന്ന് വാങ്ങി വന്നിട്ടാണ് ചെയ്തിട്ടുണ്ടായത്. ഇത് ലഗോൺ ബിരിയാണി വന്നിട്ടാണ് നമ്മൾ വാങ്ങിയിട്ടുണ്ടായത്. ഇതിൻ്റെ കൂടെ അലീസയും മുട്ടമാലയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ആദ്യം നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായത് ഒരു കല്യാണ ബിരിയാണി വാങ്ങാനാണ് കേട്ടോ. അത് ബീഫ് ബിരിയാണിയാണ് വാങ്ങാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീട്ടിൽ നിന്ന് ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാമെന്ന് കരുതിയത്. പക്ഷേ അവിടെ പോയപ്പോൾ അന്ന് മനസ്സിലായി അത് ഓർഡർ ചെയ്താലും മാത്രമേ കിട്ടൂന്ന്. അതുകൊണ്ട് നമുക്കത് കിട്ടിയിട്ടില്ല. അങ്ങനെ നമ്മൾ വേറൊരു റെസ്റ്റോറൻറ്റിൽ പോയിട്ടാണ് ഈ ഒരു ലഗോൺ ബിരിയാണി വാങ്ങിയിട്ടുണ്ടായത്. അങ്ങനെ പിന്നെ നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തതിന് ശേഷം നമ്മളെ നെയ്ബർ വന്നിട്ട് പറഞ്ഞു നമുക്ക് പാർക്കിൽ പോയിട്ട് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാം. അങ്ങനെ പിന്നെ നമ്മൾ പാർക്കിൽ പോയി കുറച്ച് റീൽസും ഫോട്ടോസും അങ്ങനെയൊക്കെ എടുത്ത് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ പോയത് ഫുജേറയിലേക്കാണ് കേട്ടോ. നമ്മളിവിടെ നിന്ന് പോകുമ്പോൾ തന്നെ കുറച്ച് ടൈം ആയിട്ടുണ്ടായിരുന്നു, 5:30 ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. പാർക്കിൽ നമ്മൾ ഒരു അരമണിക്കൂർ പോലും ഉണ്ടായിട്ടില്ല കേട്ടോ. അതിൻ്റെ ഉള്ളിൽ തന്നെ നമ്മളെല്ലാം തീർത്തിട്ടുണ്ടായിരുന്നു. ഫോട്ടോ എടുക്കലും വീഡിയോസ് എടുക്കലും എല്ലാം തീർത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളിങ്ങോട്ട് വരാൻ ലേറ്റ് ആയത് പിള്ളേർ ഉറങ്ങുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ അവരെണീക്കാൻ വേണ്ടിയിട്ട് ലേറ്റായി. പിന്നെ അവരെ റെഡിയാക്കി അങ്ങനെ കുറേ ടൈമായി. നമ്മൾ പാർക്കിൽ പോകുമ്പോൾ തന്നെ 4:30-4:45 എങ്ങാനും ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് പാർക്കിലൊരു അരമണിക്കൂറിൻ്റെ ഉള്ളിൽ, അരമണിക്കൂർ ഫുള്ളായിട്ട് സ്പെൻഡ് ചെയ്തിട്ടില്ല. അങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ അവിടുന്ന് വിടുമ്പോൾ തന്നെ 5:30 എങ്ങാനും ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്ന് നമ്മൾ 4 ലേഡീസിന് മാത്രമായിട്ട് ഈദ് ഗിഫ്റ്റ് എക്സ്ചേഞ്ച് ഉണ്ട് കേട്ടോ. നമ്മൾ 2 വീക്ക് മുമ്പേ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത്. ഇപ്പോൾ ഇൻസ്റ്റയിലെല്ലാം കുറേ വൈറലായിട്ട് കാണലുണ്ട് ഇതുപോലെ ഇങ്ങനെ ഗിഫ്റ്റ് എക്സ്ചേഞ്ച് ചെയ്യുന്ന വീഡിയോസൊക്കെ. അപ്പോൾ അതുകൊണ്ട് നമ്മളും ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. പിന്നെ ഇതൊരു റീൽസും ആക്കാമെന്ന് വിചാരിച്ച്. ഇപ്പോൾ ഞാൻ വാങ്ങിയിട്ടുണ്ടായത് 3 കോഡ് സെറ്റാണ് കേട്ടോ. പിന്നെ ഷിബിക്കാക്കാൻ്റെ പെങ്ങളെ മോളുണ്ടായിരുന്നു, അവളും കോഡ് സെറ്റാണ് വാങ്ങിയിട്ടുണ്ടായത്.
പിന്നെ ബാക്കി 2 പേര് കസിൻ ബ്രദേഴ്സിൻ്റെ വൈഫുമാരാണ്. അപ്പോൾ അവർ വാങ്ങിയിട്ടുണ്ടായത് ഹാൻഡ് ബാഗാണ്. അപ്പോൾ 4 ഗിഫ്റ്റും ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. ഞാൻ വാങ്ങിയതാണെങ്കിലും അവർ വാങ്ങിയതാണെങ്കിലും എല്ലാം സൂപ്പറാണ്. എല്ലാവരും ഭയങ്കര ഹാപ്പിയായി. നമ്മളെല്ലാവർക്കും ഓരോ ബജറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ബജറ്റ് വെച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ സാധനം വാങ്ങുന്ന സമയത്ത് ആ ബജറ്റിലും കൂടുതൽ റേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ 4 പേർക്കും. ഇതിപ്പോൾ നമ്മളുള്ളത് ഫുജേറയിലെ അംബ്രല്ല ബീച്ചിലാണ് കേട്ടോ. അപ്പം നമ്മളിങ്ങനെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാനുള്ളതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നിട്ടുണ്ടായത്. പിന്നെ ഇവിടെ വേറെ എവിടെയും പോകാനൊന്നുമില്ല, അതുകൊണ്ട് ഇങ്ങോട്ട് വന്നതാണ്. ഇത് കാണാൻ നല്ല അടിപൊളിയായിട്ടുള്ള ബീച്ചാണ് കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് സമയം സംസാരിച്ചൊക്കെ നിന്ന് അതിന് ശേഷം തിരിച്ചു പോകലാണ് കേട്ടോ. തിരിച്ചു പോകുന്നതെന്ന് പറഞ്ഞത് അജ്മാനിലേക്കല്ല, നമ്മൾ ഫുജേറയിൽ തന്നെയായിരുന്നു ഉണ്ടായത്. സിസ്റ്ററിൻ്റെ വീട്ടിലാണ് കുറേ ടൈം ഉണ്ടായത്. പിന്നെ നമ്മൾ തിരിച്ചെത്തുന്നത് തന്നെ ഏർലി മോർണിംഗ് ഒരു 4:30 ആയിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ബീച്ചിൽ നിന്ന് പോകുന്ന സമയത്ത് കസിൻ ബ്രദറിൻ്റെ വക നമുക്കെല്ലാവർക്കും മക്ഡൊണാൾഡ്സിൻ്റെ ഐസ്ക്രീം വാങ്ങി തന്നതാണ്. അപ്പോൾ അത് കഴിച്ചുകൊണ്ട് പോകലാണ്. ഇതിന് ശേഷം കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഞാനതൊന്നും വീഡിയോ എടുത്തിട്ടില്ല. ഇത്രയും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇത് നമ്മൾ രാവിലെ അജ്മാനിലേക്ക് പോകുന്ന ടൈമിന് മഴ ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനങ്ങനെ വെറുതെ വീഡിയോ എടുത്തതാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വ്ളോഗ് ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈദ് മുബാറക്.